ബിജെപിയുടെ നേതൃത്വത്തിൽ NDA മുന്നണി അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കന്മാരുടെ പ്രതികരണവും വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ജനം TVയോട് പ്രതികരിക്കുകയാണ്. അതിലേക്ക് രജനി സൂചിപ്പിച്ചതുപോലെയാണ് ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വിവിധ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ BJP നേതൃത്വവും NDA നേതൃത്വവും ഒക്കെ പറഞ്ഞതിന് സമാനമായ രീതിയിലുള്ള പ്രവചനമാണ് നടത്തിയിട്ടുള്ളത്. BJP NDA 400-അടുത്ത് സീറ്റുകളിൽ വിജയിക്കുമെന്ന രീതിയിലുള്ള പ്രവചനമാണ് നടത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ BJPയും NDAയും നേതൃത്വം പ്രവചിച്ചതുപോലെ സമാനമായിട്ടുള്ള ഫലങ്ങളാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണോ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും പിന്നെ രാഷ്ട്രീയ പണ്ഡിറ്റുകളും ഒക്കെ ഇവിടെ വൈകുന്നേരം വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെന്ന് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല സത്യം. ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കും അദ്ദേഹത്തിൻ്റെ വികസന നയങ്ങൾക്കും എത്രമാത്രം സ്വീകാര്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ജനങ്ങൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള വോട്ടിംഗ് ആണ് ഇത്തവണ നടത്തിയത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഇതാദ്യമായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു പോസിറ്റീവ് വോട്ടിംഗ് നടന്നു. വികസന അജണ്ടയ്ക്ക് ഒരു വോട്ടിംഗ് അത് നടന്നു എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, സർക്കാരിനെതിരായിട്ട് നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരം പൂർണ്ണമായിട്ടും വോട്ടർമാർ പ്രതിഫലിപ്പിച്ചത് BJPക്കാണ്. കാരണം സാധാരണഗതിയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം UDFിലേക്കാണ് അതിൻ്റെ പ്രയോജനമായിട്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ ഇത് ആദ്യമായിട്ട് UDFനും വോട്ട് പെർസെൻറ്റേജ് കുറയുമെന്നാണ് എല്ലാ കണക്കുകളും പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ജനങ്ങളൊരു അത്താണിയായിട്ട് BJPയാണ് കണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയ്ക്ക് നേരിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് ഇത്തവണത്തെ വോട്ട് ശതമാനത്തിലും സീറ്റുകളിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാവുമെന്ന് എക്സിറ്റ് പോളുകൾ പറയാനുള്ള കാരണം. മറ്റന്നാളത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക എന്ന് BJP നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ചുകൂടി അധികം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി അധികം ഒരു വിജയസാധ്യത കാണുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ 2-3 എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. നല്ല ഒരു മുന്നേറ്റം പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ പല മണ്ഡലങ്ങളും ഇത്തവണ മുന്നിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളൊരു 5-6 സീറ്റുകളെങ്കിലും ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എക്സിറ്റ് പോളുകൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഒരു ആനുകൂല്യം വോട്ടർമാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന എക്സിറ്റ് പോളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ അതിൽ BJPക്ക് ഒരു പക്ഷേ 0 സീറ്റ് കിട്ടാനുള്ള സാധ്യത 0 മുതൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി 1 മുതൽ 4 വരെ 5 വരെ 6 വരെ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് എല്ലാവരും ഇതുപോലെ ഒരേ രീതിയിലാണ് എല്ലാവരും ഇത്തരത്തിൽ 1 മുതൽ എന്നാണ് പറയുന്നത്? 0 എന്ന് BJPക്കോ അല്ലെങ്കിൽ NDAക്കോ എവിടെയും പറയുന്നില്ല. ആ രീതിയിൽ എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ രീതിയിലേക്ക് എത്തിക്കാൻ സാഹചര്യം? ഞങ്ങളിത് ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും ഇത്തവണത്തെ. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആണെങ്കിൽ അദ്ദേഹം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇനിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ അത് BJPയിലൂടെ മാത്രമേ സാധിക്കൂ, NDAയിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബൈപ്പോളർ 2 മുന്നണികൾ എന്നുള്ള രാഷ്ട്രീയമാണ് ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്ക് വിനയായത്. ഒരു മുന്നണിക്കെതിരായിട്ടുള്ള വികാരം മറ്റൊരു മുന്നണി കിട്ടും. ഇത് ആദ്യമായിട്ട് അതിനൊരു ചേഞ്ച് വരികയാണ്. ജനങ്ങൾ ഒരു ബദലായിട്ട് BJPയെ കാണുന്നു. അതാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ കാണിക്കുന്ന വലിയ തോതിലുള്ള വർധനവ് കാണിക്കുന്നത്. ഒരു അടിത്തറ പാകും ഇത്തവണ BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അത് കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നേരത്തെ ബംഗാളിൽ സംഭവിച്ചത് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിൻ്റെ ഒരു മാറ്റം എല്ലാ മേഖലകളിലും പ്രകടമാണ്. പിന്നെ 2021 പരാജയം ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചതാണ്. 2021 NDAക്ക് ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ശരിയായി മനസ്സിലാക്കി അതിനുള്ള എന്താണ് പോരായ്മകളെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ 2 വർഷമായിട്ട് നടത്തിയ പരിശ്രമങ്ങളാണ്. അതിന് പ്രധാനമന്ത്രിയുടെ കൈയയച്ച സഹായം, അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തെ വളരെ അധികം അദ്ദേഹം സഹായിച്ചു. എല്ലായിടത്തും അദ്ദേഹം ഞങ്ങൾ പറഞ്ഞിടത്തൊക്കെ അദ്ദേഹം വന്നു.
നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. യുവാക്കളുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നടക്കാത്ത രീതിയിലുള്ള സ്ത്രീകളുടെ വലിയ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാധാരണ കാര്യകർത്താവിനെ പോലെ അദ്ദേഹം പ്രവർത്തകരുടെ ഇടയിൽ പിന്നെ പ്രചാരണത്തിന് ഇറങ്ങി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഒരു കഠിനമായ പരിശ്രമം ഇത്തവണ ഉണ്ടായി. 2021 നിന്ന് ശരിയായ പാഠം ഉൾക്കൊണ്ട് എല്ലാ പോരായ്മകളും തിരുത്തിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സിറ്റ് പോളിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബി ജെ പിക്ക് സാധാരണയായി കിട്ടിക്കൊണ്ടിരുന്നത് ഹിന്ദു വോട്ടുകളാണ്. പക്ഷേ ഇന്നലെ വന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക്, ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്, എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ്. അത് സി പി എമ്മിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിലേക്ക് ന്യൂനപക്ഷ വോട്ടുകളും എൻ ഡി എയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഫലം കണ്ടു തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് നല്ല പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വർഷം ആളുകളൊക്കെ അത് പിന്നെ പരിഹസിച്ചെങ്കിലും ഞങ്ങൾ തുടർച്ചയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു കുറച്ച് 2 വർഷമായിട്ട്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് വിജയിക്കുന്നത് വരെ, മുന്നോട്ട് പോകുന്നത് വരെ അത് തുടരുക എന്നുള്ളത്. ഇപ്പം മണിപ്പൂരൊക്കെ വന്നപ്പോൾ 2 തരം ആലോചനകൾ ഉണ്ടായിരുന്നു. ഈ ഔട്ട്റീച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണോ വേണ്ടിയെന്നല്ല. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്തതുകൊണ്ട് ബെനിഫിഷ്യറീസ് ധാരാളം. ഉദാഹരണത്തിന് ആർക്കും വിവേചനമില്ലാത്ത രീതിയിൽ, മതന്യൂനപക്ഷങ്ങളോട് ഒരു വിവേചനമില്ലാത്ത രീതിയിലുള്ള ബെനിഫിഷ്യറീസിൻ്റെ പങ്കാളിത്തം, അവർക്ക് ധാരാളം പദ്ധതികൾ കിട്ടിയിട്ടുണ്ട് പല വീടുകളിലും. അതെല്ലാം ഗുണകരമായി, ഇന്ത്യ മുഴുവൻ അത് ഗുണകരമായി, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ബി ജെ പിയുടെ വിജയത്തിന് അടിത്തറവാകിയ അല്ലെങ്കിൽ തുടർച്ചയായ വിജയം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം മോദി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഈ മറ്റൊന്ന്, നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബി ജെ പിക്ക് 1 മുതൽ 4 വരെ സീറ്റ് പ്രവചിക്കുന്ന സമയത്ത് തന്നെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതു മുന്നണി ഒരു സീറ്റിലും വിജയിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചില ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് കുറെ കൂടി യാഥാർത്ഥ്യം ആ നിലയിലേക്കാണ് പോകുന്നത്. കാരണം LDFൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗം പതുക്കെ കേരളത്തിൽ BJP-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയായിരിക്കും. LDFൻ്റെ വോട്ട് ബേസ് അത് പൂർണ്ണമായിട്ടും BJP-യിലേക്ക് തിരിയുന്നു എന്നുള്ള ഒരു നല്ല ലക്ഷണം ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ കക്ഷികളൊക്കെ ഈ എക്സിറ്റ് പോളുകളെ തള്ളിക്കൊണ്ടവർ വന്നിട്ടുണ്ട്. മുരളീധരനാവട്ടെ, AK ബാലനാവട്ടെ, എല്ലാ ആളുകളും ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല, മറ്റന്നാൾ ഫലം വരട്ടെ, ഇതിന്റെ വിപരീതമായിരിക്കും ഫലം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ. അല്ല, അതിപ്പം മലസരിക്കുന്ന സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയുള്ളൂ. മുരളീധരൻ ഇപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം ആനപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ്. പക്ഷെ അത് 4-ാം തീയതി രാവിലെ 10 മണി കഴിയുമ്പോൾ അദ്ദേഹം ആനപ്പുറത്തല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാവും. കാരണം വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഒരു അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കോഴിമുട്ട കിട്ടുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല. ജനം ഏപ്രിൽ 26-ന് മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പൊട്ടിച്ച് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ 4-ാം തീയതി. അതുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ അവസാന ശ്വാസം വരെ, അതായത് പെട്ടി മുഴുവൻ പൊട്ടിക്കുന്നത് വരെ അവർ ആത്മവിശ്വാസം പറയുമായിരിക്കും. അത് പക്ഷേ യാഥാർത്ഥ്യബോധമായിട്ട് ബന്ധപ്പെടുന്നതല്ല, നിരക്കുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമുണ്ട്. ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ അനുഭവം, വെറും അപ്പുപ്പന്താടികളല്ല BJP. അതുകൊണ്ട് നല്ല ജനങ്ങളെ മണ്ണിൽ കാലുറച്ച് നിൽക്കുന്നവർ തന്നെയാണ് BJP മോദിജിയുടെ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കിട്ടുക തന്നെ ചെയ്യും. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഈ ഇപ്പോൾ BJP ഉണ്ടാക്കുന്ന നേട്ടം ഏത് മുന്നണിക്കായിരിക്കും? CPM എന്നായിരിക്കുമോ, അല്ല UDF എന്നായിരിക്കുമോ BJP കൂടുതലായിട്ടും വോട്ടുകൾ അടർത്തിയെടുക്കുക? പാർട്ടിക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ? 2 മുന്നണിയിൽ നിന്ന് നല്ല സംഖ്യയിൽ വോട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ UDFന് തന്നെ 40-41% പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു 7-8% വോട്ട് കുറയും. പക്ഷേ LDFിൽ നിന്ന് അതിനേക്കാൾ കുറച്ചുകൂടി അധികം വോട്ട് നമുക്കധികം കിട്ടും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ വോട്ട് വർധനവ് ഉണ്ടാവാൻ പോകുന്നത്. രജനി, BJP നേതൃത്വം സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു ഫലം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് മറ്റന്നാൾ വോട്ട് എണ്ണിത്തീരുമ്പോൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നും ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന അത്തരത്തിലുള്ള വിജയത്തിലേക്ക് BJP തീർച്ചയായിട്ടും എത്തുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ BJPക്കോ NDAക്കോ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് BJP എത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് വലിയ
രീതിയിൽ BJP കടന്നുകൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ അവർക്ക് ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ 1-2 ദിവസത്തിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ആയുസ് ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ മാത്രമാണ് അവർ നടത്തിയതെന്ന് പറയുന്നു. എന്തായാലും BJP നേതൃത്വവും NDA ഘടകവും ഒക്കെ പൂർണ്ണമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. മറ്റന്നാൾ വോട്ടെണ്ണി തീരുമ്പോഴേക്കും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ ദേശീയ തലത്തിലും കേരളത്തിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് പങ്കുവെക്കുന്നത്. രജനി, എന്തായാലും രാജ്യത്തെ ജനങ്ങൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ ഏറണം എന്ന് പറഞ്ഞു തന്നെയാണ് വോട്ട് ചെയ്തത്. അതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടകൾ വോട്ടായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് വോട്ട് ലഭിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വയനാട്ടിലെ BJPയുടെ സ്ഥാനാർത്ഥി കൂടെയായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നോക്കിക്കാണുന്നതും. കോഴിക്കോട് നിന്ന് നമ്മുടെ പ്രതിനിധി ഗൂഗിളിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും കെ സുരേന്ദ്രൻ മാത്രമല്ല എല്ലാ BJP നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. കേരളത്തിൽ എന്തായാലും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. 3 സീറ്റാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നതെങ്കിലും അതിൽ കൂടുതൽ സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് BJP നേതാക്കളുടെ ആത്മവിശ്വാസവും.